കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിന്ന് അനധികൃത വായ്പകൾ നൽകാൻ ഭരണസമിതിയെ ഭീഷണിപ്പെടുത്തിയത് CPIM നേതാവായ PR അരവിന്ദാക്ഷൻ എന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കേസിൽ മുഖ്യപ്രതിയായ P സതീഷ് കുമാർ മന്ത്രിമാരുൾപ്പെടെ സ്വാധീനിക്കാൻ ശ്രമിച്ചത് അരവിന്ദാക്ഷൻ വഴിയാണെന്നും ആരോപണം. PR അരവിന്ദാക്ഷന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കവേ കോടതിയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇക്കാര്യങ്ങൾ അറിയിച്ചത്. ജാമ്യ ഹർജി ഈ മാസം 21 മാറ്റി. വിനീത VG കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും. വിനീത, കോടതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? ഗോപി, ഈ ജാമ്യ ഹർജി പരിഗണിക്കുന്ന വേളയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത് സംബന്ധിച്ച ചില കാര്യങ്ങൾ ഇന്ന് കോടതിയെ ബോധിപ്പിച്ചത്. ഈ CPM കൗൺസിലർ അരവിന്ദാക്ഷന്റെ തട്ടിപ്പ് മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണെന്ന് ED ഇന്ന് കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. കരുവന്നൂരിലെ തട്ടിപ്പ് പണം CPM അക്കൗണ്ടുകളിലേക്കും എത്തിയിട്ടുണ്ട്. ബാങ്കിലെ ഭരണസമിതി മാത്രമല്ല, പുറത്തുള്ള രാഷ്ട്രീയക്കാരും ഈ തട്ടിപ്പിന് ഉത്തരവാദിയാണെന്ന് ED ഇന്ന് കോടതിയെ അറിയിച്ചു. അനധികൃത വായ്പകൾക്കായി അരവിന്ദാക്ഷൻ ഭരണസമിതിയെ ഭീഷണിപ്പെടുത്തി. കാരണം ഈ ഭരണസമിതിയിലൂടെ ഈ കമ്മീഷനും മറ്റും വാങ്ങിക്കൊണ്ട് ബിനാമി വായ്പകൾ നൽകിയതായി ED നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന് അരവിന്ദാക്ഷന്റെ ഒരു ഇടപെടലുണ്ട് എന്നും ഈ ഭരണസമിതിയെ ഇത്തരം അനധികൃതമായിട്ടുള്ള വായ്പകൾ നൽകാൻ അരവിന്ദാക്ഷൻ ഭീഷണിപ്പെടുത്തിയെന്നും ED കണ്ടെത്തിയിട്ടുണ്ട്. ഈ കണ്ടെത്തലുകളാണ് ഇന്ന് ED കോടതിയെ അറിയിച്ചത്. സതീഷിന്റെ അനധികൃത ഇടപാടുകൾക്ക് വേണ്ടി മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരെ സ്വാധീനിക്കാൻ ശ്രമിച്ചത് അരവിന്ദാക്ഷൻ വഴിയാണെന്നും ED പറയുന്നുണ്ട്. നേരത്തെ തന്നെ ഈ സതീശൻ അരവിന്ദാക്ഷന്റെ അക്കൗണ്ടുകളിലൂടെയാണ് പണം കൈമാറിയിരുന്നതെന്നും ഇത് ഈ പണം വെളുപ്പിക്കൽ, കള്ളപ്പണം വെളുപ്പിക്കലിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു കൈമാറ്റമെന്നും ED കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഈ സതീഷിന്റെ അനധികൃത ഇടപാടുകൾക്ക് വേണ്ടി മന്ത്രിമാരെ ഉൾപ്പെടെ ഇപ്പോൾ സ്വാധീനിക്കാൻ ശ്രമിച്ചത് അരവിന്ദാക്ഷൻ വഴിയാണെന്ന് ED കണ്ടെത്തിയിട്ടുണ്ട്. അക്കാര്യവും ED ഇന്ന് കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. സതീഷിന്റെ മകളുടെ മെഡിക്കൽ പഠനത്തിനായി ഫീസ് അടച്ചത് അരവിന്ദാക്ഷന്റെ അക്കൗണ്ടിലൂടെയാണെന്നും ED കണ്ടെത്തി. ഈ അക്കൗണ്ടിന്റെ വിവരങ്ങളും EDയുടെ പക്കലുണ്ട്. അരവിന്ദാക്ഷന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇക്കാര്യങ്ങൾ കോടതിയെ അറിയിച്ചത്. ഇനി ഈ ഹർജി 21 മാറ്റിയിരിക്കുകയാണ്. ഗോപി, ശരി, വിനീത VG ആണ് വിവരങ്ങൾ നൽകിയത്.